1820s ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറഞ്ഞുള്ള ഒരു സയൻറ്റിസ്റ്റ് ആക്സിഡൻ്റലി ഒരു ഇഫക്റ്റ് കണ്ടുപിടിച്ചു. ആ ഇഫക്റ്റ് കാരണം ആണ് ഇന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം അതെന്നാണ് സംഭവം എന്ന്. ഓക്കെ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോപ്പർ വയർ എടുത്തു, എന്നിട്ട് ആദ്യം അവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് പുള്ളി അതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യിപ്പിച്ചു. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ കോമ്പസ് ഡിഫ്ലക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിൻ്റെ മേളിൽ കോപ്പർ വയർ നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ മാഗ്നറ്റിക് നീഡലിനെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണക്റ്റ് ആയി കഴിയുമ്പോൾ കണ്ടോ ഇതെങ്ങനെയാണ് കറങ്ങുന്നതെന്ന്. നന്നായിട്ട് ഇത് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു പുതിയ സംഭവം ഡെവലപ്പായി എടുത്ത് ആ സംഭവത്തിനെ പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ദ മാഗ്നറ്റിസം ഡ്യൂ ടു ഇലക്ട്രിസിറ്റി. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഡേ ടു ഡേ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രില്ലിംഗ് മെഷീൻ, ഇതിലൊക്കെ ഇതാണ് യൂസ് ആവണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചത്, ഇതിൽ റൊട്ടേഷൻ നടന്നു. ഈ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലാബിൽ വെച്ചിരിക്കുന്ന വോൾട്ട് മീറ്റർ, അതുപോലെ തന്നെ അമ്മീറ്റർ, ഇതിലും ഈ സെയിം ഫിനോമിന തന്നെയാണ് നടക്കുന്നത്. അവിടെ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കോയിൽസ് അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. കാരണം ഇതുവരെയായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി വേറൊരു സബ്ജക്റ്റ്, മാഗ്നറ്റിസം വേറൊരു ഇതായിട്ടാണ് നമ്മൾ കണ്ടെടുത്തത്. പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാരണം രണ്ടും ഒന്നായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പഠിക്കാം. ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം ഇതിലൊരു നന്നായിട്ട് ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ആ ഡിഫ്ലക്ഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ എന്നാ സംഭവിക്കണേ, ആ ഡിഫ്ലക്ഷൻ നടക്കും. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കേണ്ട ഒരു സംഭവമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇപ്പോൾ ഇവിടെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് ഏരിയയിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ കണ്ടക്ടറിൻ്റെ അടുത്തുള്ള ഏരിയയിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരുപാട് കൂടുതലായിരിക്കും. അവിടെ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പവറിൽ പറഞ്ഞാൽ ഒരു ഹൈ ലെവലായിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ ആ കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് പോയോണ്ടിരിക്കുമ്പോൾ എന്നാ സംഭവിക്കണേ, അവിടുത്തെ ഫീൽഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയും. ഡ്യൂ ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ദെയർ വിൽ ബി എ മാഗ്നറ്റിസം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്നാ പറയുക, ഡിഫ്ലക്ഷൻ കുറയും. അതെന്തുകൊണ്ടാണ്, വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്തെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കറണ്ടിൻ്റെ നമ്മൾ അമൗണ്ട് കൂട്ടുവാണെങ്കിൽ അവിടെ എന്നാ സംഭവിക്കണേ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, എത്രമാത്രം നമ്മൾ കറണ്ട് കൂട്ടിയിടണോ അത്രമാത്രം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരുപാട് എന്നാ പറയുക പവറായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്. പക്ഷേ നമ്മൾ ദൂരത്തേക്ക് പോകുമ്പോൾ എന്നാ സംഭവിക്കണേ, അവിടെ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അങ്ങനത്തെ ഒരു കേസിൽ ഞാൻ ഈ കോമ്പസിനെ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫോഴ്സിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ദൂരേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ല സ്ലോ ആയിട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പോണത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടുത്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും. പക്ഷേ ദൂരെ നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കുറയും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഫീൽഡ് വീക്കൻസ് വിത്ത് ഡിസ്റ്റൻസ് കൂട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ
മാഗ്നറ്റിക് ഫീൽഡ് ഇതെങ്ങനെയാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഇരിക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഷോ ചെയ്യാൻ പോകണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ വെർട്ടിക്കലായിട്ട് വെക്കും. വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മളവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ പറയുക മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു വെർട്ടിക്കൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു, അതിൻ്റെ ചുറ്റും നമ്മൾ ഇനി ഒരു കാർഡ്ബോർഡ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോണേ, കോമ്പസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നീഡിൽസ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നമുക്ക് ഡയറക്ഷൻ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സബ്സ്റ്റാൻസും ആ ഷേപ്പ് ഫോം ചെയ്യും, ആ ഷേപ്പിൽ അത് അറേഞ്ച് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഇവിടെ എന്നാ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഞാൻ കോമ്പസ് ഞാനിവിടെ ഇനി പ്ലേസ് ചെയ്തു. അതിൽ ഈ റെഡിൽ കാണിച്ച ഏരിയയിൽ പറഞ്ഞാൽ നോർത്താണ്, അതുപോലെ തന്നെ ബ്ലൂവിൽ കാണിക്കുന്നത് സൗത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇതിൽ പറഞ്ഞാൽ നോർത്ത് ടു സൗത്ത് ആയിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, ബട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക അതൊരു കണ്ടിന്യൂസ് റിംഗ് ആണ്, അത് സ്റ്റോപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെ ജനറേറ്റും ആവില്ല, അതൊരു കണ്ടിന്യൂസ് റിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാം. നമ്മളിപ്പോൾ ഇത് വെർട്ടിക്കൽ മേളിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നോക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണേ, ഒരു സർക്കുലാർ പാത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ ഇതൊരു സർക്കുലാർ പാത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുകയാണെങ്കിൽ ആ കാർഡ്ബോർഡിൻ്റെ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എന്നാ പറയാം, നമ്മൾ ഇതിനെ ഇനി കൂടുതൽ ഇത് സ്പ്രെഡ് നോക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസിലാണ് ഇത്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ഇത് ഉണ്ടായിരിക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഇനി കൂട്ടി നോക്കാം. ഇനി ഞാൻ ആ കോമ്പസിനെ പിടിച്ച് ഇച്ചിരി ദൂരത്തേക്കൊക്കെ ഞാൻ വെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. അവിടെയും ഒരു സർക്കുലാർ ഷേപ്പ് ആയിരിക്കും കിട്ടാൻ പോണേ. ഓക്കെ, സോ ഇപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു കോൺസെൻട്രിക് സർക്കുലാർ ഷേപ്പാണ് കിട്ടാൻ പോണേ നമുക്ക്. അപ്പോൾ ഓർത്ത് വയ്ക്കുക മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ആ ഇതായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഷേപ്പിൽ പറഞ്ഞാൽ നമുക്ക് പറയാം ഫീൽഡ് ലൈൻസ് ആർ കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, ഈ കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൽ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡയറക്ഷനാണ്. നമ്മൾ ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കാം ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കാരണം പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ മേളിലേക്കാണ് പോകുന്നത്. ഓക്കെ, കറണ്ട് മേളിലേക്ക് പോയാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിനി ഇതിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമല്ലോ പറഞ്ഞാൽ നമുക്ക് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം. അതെങ്ങനെ, ആദ്യം ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് മേളിലേക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് കിട്ടിയത്. ഡയറക്ഷൻ ഞാൻ ആരോ വെച്ചിട്ട് റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നാ ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ നമ്മൾ ഡയറക്ഷൻ താഴത്തേക്ക് ആക്കുവാണെങ്കിൽ എന്നാ സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് നോക്കാം. അത്രേ ഉള്ളൂ ഇത്. ഓക്കെ, ഇനി നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് ആയപ്പോൾ എന്താ സംഭവിക്കണേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഡയറക്ഷൻ ഞാൻ ആരോ വെച്ചിട്ട് റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആയി. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് ആയപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കറണ്ട് പോണതിൻ്റെ ഡയറക്ഷൻ ഇനി നോർത്ത് ആയിരിക്കും, ഇല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫോം ചെയ്യണത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനി ഇത് വെർട്ടിക്കൽ കറണ്ട് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ നടുക്കിൽ നിന്ന്, അത് വെച്ചാൽ ആ കണ്ടക്ടറിൻ്റെ അടുത്ത് അത് നല്ല സ്ട്രോങ് ആണ്. അത് വെച്ചാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കുറവാണ്, രണ്ട് സർക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷേ നമ്മൾ ഔട്ടർ മോസ്റ്റ് സർക്കിൾ നോക്കുവാണെങ്കിൽ അത് ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിൻ്റെ അടുത്തുള്ള സർക്കിൾസ്, അത് വെച്ചാൽ കണ്ടക്ടറിൻ്റെ അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരുപാട് സ്ട്രോങ് ആയിരിക്കും, വെരി സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ എന്താവും, അവിടെ അത് കുറയും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാണ്. ആൻഡ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ 10 ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നല്ല അടിപൊളി കണ്ടന്റ്സ് വേണമെങ്കിൽ, അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ, എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നല്ല നല്ല വീഡിയോ കണ്ടന്റ്സ് നമ്മൾ ഇനി ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, സോ ടിൽ ദെൻ ബൈ.